ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ കത്തോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് അഭിവന്യരായ പിതാക്കന്മാരെ, വന്യ വൈദിക ശ്രേഷ്ഠർ, പ്രത്യേകാൽ മലങ്കര സഭയുടെ അൽമായ ട്രസ്റ്റി പ്രിയപ്പെട്ട റോണിച്ചായൻ, വൈദിക സെമിനാരി വിദ്യാർത്ഥികളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഏവർക്കും ക്രിസ്തയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധനായ പരിമല പുണ്യവാൻ്റെ ഖബറ് സ്ഥിതി ചെയ്യുന്ന ഈ അനുഗ്രഹീത ദേവാലയത്തോട് ചേർന്ന് നിന്ന് വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനം പങ്കുവയ്ക്കുവാൻ ലഭിച്ച അവസരത്തെ ഏറെ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകമായി അതിനവസരം നൽകിയ ഏറെ പ്രിയപ്പെട്ട പരിമല സെമിനാരി മാനേജർ വന്യനായ എൽദോസ് അച്ഛനോടുള്ള സ്നേഹവും സൂചിപ്പിച്ചുകൊണ്ട് ഈ സന്ധ്യയിലെ തിരുവചന പഠനത്തിനായി നമുക്കൊരുങ്ങാം. ആലോചന എന്ന വാക്കിന് ആന്തരികമായ ലോചന എന്നാണ് അർത്ഥം. ലോചന എന്നാൽ പ്രകാശമുള്ളത് എന്നർത്ഥം. അങ്ങനെയെങ്കിൽ ആന്തരികമായ ലോചന എന്ന് പറഞ്ഞാൽ ഉള്ളിൽ പ്രകാശമുള്ളത്, ആന്തരികമായി ശോഭിക്കുന്നത് എന്നൊക്കെ അർത്ഥം. ഈ സന്ധ്യയിലെ ദൈവവചന പഠനം നമ്മുടെ ഉള്ള് തെളിക്കുന്നതാകട്ടെ, ഉള്ള് ശോഭിക്കുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ ആലോചനയെന്ന് വിളിച്ചിരിക്കുന്ന, എന്നാൽ ഈ അർത്ഥം, ആലോചനയുടെ അർത്ഥം ഇതാണെങ്കിൽ ആലോചനയെന്ന് സത്യത്തിൽ വിളിക്കാൻ പാടുണ്ടോ എന്ന് തോന്നുന്ന ഒരു വേദഭാഗമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുന്നത്. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 15-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 15-ാം അധ്യായം 31-ാം വാക്യം 2-ാം ഭാഗം. ആ വാചകം ഇങ്ങനെയാണ്: യഹോവേ, അഹീത്തോഫലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണമേ. യഹോവേ, അഹീത്തോഫലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണമേ. ഈ വാചകം പറഞ്ഞിരിക്കുന്നത് ദാവീദ് രാജാവാണ്. ഈ വാചകം പറയപ്പെടുന്നത് അഹീത്തോഫലിനെ കുറിച്ച് മാത്രമാണെങ്കിലും അഹീത്തോഫലിനെ കുറിച്ച് മാത്രമല്ല, അത് ശ്രദ്ധയോടെ വായിക്കുമ്പോൾ അറിയാം, അത് അബ്ശാലോമിനെ കൂടെ ചേർത്താണ്. ആരാണ് അബ്ശാലോം? നമുക്കറിയാം, ദാവീദിൻ്റെ മകനാണ്. എന്നാൽ ആരാണ് അഹീത്തോഫൽ? അറിയോ? ആരാണ് അഹീത്തോഫൽ? ദാവീദിൻ്റെ വിശ്വസ്തനായ മന്ത്രിയുടെ പേരാണ് അഹീത്തോഫൽ. താമാറിനെ അമ്നോൻ ബലാത്കാരം ചെയ്യുന്നത് കണ്ട് കുപിതനായ അബ്ശാലോം അമ്നോനെ കൊന്നുകളഞ്ഞു. അപ്പോൾ അബ്ശാലോമിന് മനസ്സിലായി, ഇനിയും ഞാൻ എൻ്റെ പിതാവായ ദാവീദ് ഭരിക്കുന്ന രാജ്യത്ത് നിന്നാൽ എൻ്റെ ശിരസിൻ്റെ മുകളിൽ തലയുണ്ടാകില്ല എന്നവന് ബോധ്യമായി. അവൻ ഗരൂർ എന്ന നാട്ടുരാജ്യത്തേക്ക് ഓടിപ്പോയി. കാലങ്ങളേറെ കഴിഞ്ഞ് ദാവീദ് യോവാബിനെ ഗരൂരിലേക്ക് അയച്ചിട്ട്
ഗരൂരിൽ നിന്ന് അബ്ശാലോമിനെ തിരികെ ദാവീദിൻ്റെ അരമനയിൽ കൊണ്ടുവന്നു. പക്ഷേ ദാവീദിൻ്റെ അരമനയിൽ അബ്ശാലോം എത്തി. എന്നാൽ അവൻ എല്ലാ ദിവസവും രാവിലെ രാജകൊട്ടാരത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കും. എവിടെ നിൽക്കും? രാജകൊട്ടാരത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കും. രാജാവിനെ കണ്ട് സങ്കടമുണർത്തിക്കുവാൻ വരുത്തുന്ന ഓരോരുത്തരെയും അവൻ അടുക്ക വിളിക്കും, അബ്ശാലോം. എന്നിട്ട് അവൻ അവരോട് പറയും, നിങ്ങളുടെ സങ്കടം കേൾക്കുവാൻ ഇവിടെ ഒരു രാജാവുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നെപ്പോലെ ഒരാൾ നിങ്ങളുടെ സങ്കടം കേൾക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇങ്ങനെ അവൻ ചില വർഷങ്ങളെടുത്ത് അനേക ജനങ്ങളുടെ സങ്കടങ്ങളിൽ അവരോടൊപ്പമാണെന്ന് നടിച്ച് അവരെ തന്നോടൊപ്പം കൂട്ടിയിട്ട് ഒരിക്കൽ അവൻ പറഞ്ഞു, ഞാൻ ഹെബ്രോനിൽ നാളെ രാവിലെ പോകും. ഈ ജനങ്ങളോടായി പറഞ്ഞു. അതിന് ദാവീദിന്റെ അനുവാദവും വാങ്ങി. അതിരാവിലെ ഹെബ്രോനിൽ വെച്ച് നിങ്ങളെല്ലാവരും കാഹളം കേൾക്കുമ്പോൾ വിളിച്ചു പറയണം, അബ്ശാലോം രാജാവായി, അബ്ശാലോം രാജാവായി എന്ന്. അങ്ങനെ അബ്ശാലോം രാജാവായി എന്ന് ജനങ്ങൾ മുഴുവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ദാവീദിനോടൊപ്പം നിന്ന് അഹീത്തോഫലും കൂടെ അബ്ശാലോമിനോടൊപ്പം കൂടി. അവർ രണ്ടുപേരും കൂടെ ചില ആലോചനകൾ നടത്തുകയാണ്. ആ ആലോചന ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായം 2-ാം വാക്യത്തിലുണ്ട്. 2 ശമൂവേൽ 17:2. അത് മറ്റൊന്നുമല്ല, അവനിങ്ങനെ പറയുകയാണ്, ക്ഷീണിച്ചും അധൈര്യപ്പെട്ടും ഇരിക്കുന്ന അവനെ ഞാൻ ആക്രമിച്ച് ഭ്രമിപ്പിക്കും. അഹീത്തോഫലിന്റെ വാക്കുകളാണ്. അപ്പോൾ അവനോടുകൂടെയുള്ള ജനമൊക്കെയും വിട്ടുപോകും, ഞാൻ രാജാവിനെ മാത്രം വെട്ടിക്കളയും. അങ്ങനെ രാജാവിനെ കൊന്നുകളയാനുള്ള അഹീത്തോഫലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്നാണ് ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്നത്. ഇതാണ് ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം. അങ്ങനെയെങ്കിൽ ദാവീദ് രാജാവ് ഇത് അബദ്ധമാക്കണമേ എന്ന് യഹോവയോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ഈ ആലോചനയുടെ കുഴപ്പം എന്ന് വളരെ ലളിതമായ 2 കാര്യങ്ങൾ പങ്കുവച്ച് ഞാൻ അവസാനിപ്പിക്കാം. ദാവീദും അഹീത്തോഫലും രാജാവും മന്ത്രിയും മാത്രമായിരുന്നില്ല, വളരെ ആഴമായ ബന്ധമുള്ളവരായിരുന്നു. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 16-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അറിയാം, അഹീത്തോഫലിന്റെ വാക്കുകൾ ദാവീദിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെയായിരുന്നു. അഹീത്തോഫൽ എന്ന മന്ത്രിയുടെ വാക്കുകൾ ദാവീദിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെയായിരുന്നു. അത്ര ആഴമായ ഹൃദയബന്ധമുള്ള ദാവീദും അഹീത്തോഫലും, ഒരു രാജാവും മന്ത്രിയും എന്ന സ്ഥാനത്തിനപ്പുറം ആഴമായ ബന്ധമുള്ളവർ. ആ അഹീത്തോഫൽ ഈ രാജാവിനെതിരായി ദുരാലോചന ചെയ്യുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ആലോചനയുടെ 1-ാമത്തെ കുഴപ്പമായി എനിക്ക് തോന്നിയത് ഇത് ഹൃദയബന്ധങ്ങൾക്കെതിരായ ആലോചനയാണ്. ഹൃദയബന്ധങ്ങൾക്കെതിരായ ആലോചന നിശ്ചയമായും ഇന്ന് നമ്മുടെയൊക്കെ പലപ്പോഴുമുള്ള ആലോചനകൾ അങ്ങനെ തന്നെയാണ്. ഒരച്ഛൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുവാനിടയായി. അച്ഛൻ്റെ പുതിയ ഒരു ഇടവകയിലേക്ക് അച്ഛൻ ഭവന സന്ദർശനം നടത്തുകയാണ്, ഇടവകയിലെ ഭവനങ്ങളിൽ. അപ്പോൾ അച്ഛൻ ഒരു വീട്ടിലെത്തിയിട്ട് അതിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ, ഈ വീട്ടിൽ നിന്ന് അച്ഛൻ നടന്ന് അടുത്ത വീട്ടിലേക്ക് പോവുകയാണ്. അച്ഛൻ ഗേറ്റിൻ്റെ വാതിൽക്കൽ എത്തിയപ്പോൾ
അച്ഛൻ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു, എടി മൂദേവി എന്നൊരു ശബ്ദം കേട്ടു. എന്താണ്? എടി മൂദേവി എന്നൊരു ശബ്ദം കേട്ടു. അത് അവിടുത്തെ ഭർത്താവ് ഭാര്യയെ വിളിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു വാക്ക് വിളിച്ചുവെങ്കിൽ അതിൻ്റെ മുന്നേ പലതും വിളിച്ചു കാണാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. പക്ഷേ വാതിൽക്കലെത്തി അച്ഛൻ വാതിൽ തുറന്നപ്പോൾ വാതിൽക്കൽ മുട്ടി. പെട്ടെന്ന് ഈ മനുഷ്യൻ വന്ന് വാതിൽ തുറന്നപ്പോൾ അച്ഛനാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, അയ്യോ സാലിയെ, ഇതാരാ വന്നിരിക്കുന്നേ? ദാണ്ട നമ്മുടെ പുതിയ അച്ഛൻ വന്നിരിക്കുന്നു. അച്ഛനെ കാണുന്നിടം വരെയും സാലി ആരായിരുന്നു? മൂദേവിയായിരുന്നു. അച്ഛനെ കണ്ടപ്പോൾ മൂദേവി ആരായി മാറി? സാലിയായി മാറി. ഇതാണ് നമ്മുടെ ബന്ധങ്ങളുടെയൊക്കെ പൊള്ളത്തരം പലപ്പോഴും. ഇതൊരു ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ കഥ മാത്രമാണെങ്കിൽ അതിനപ്പുറമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബന്ധങ്ങളുടെ അവസ്ഥ. സുറിയാനി ഭാഷയിലെ വളരെ പരിചിതമായൊരു പദമാണ് റഹമേ എന്നുള്ളത്. റഹമേ എന്ന വാക്കിന് കരുണയെന്നും സ്നേഹമെന്നുമൊക്കെ അർത്ഥം പറയാറുണ്ട്. എന്നാൽ സുറിയാനി എഴുതുന്നവർക്കറിയാം, അതിനുള്ളിൽ ഒരു വര കൂടെ ചേർത്താൽ ആ വാക്ക് റഹമോ എന്നാകും. റഹമോ എന്ന വാക്കിന് ഗർഭപാത്രം എന്നാണ് അർത്ഥം. റഹമേ എന്നാൽ സ്നേഹം, റഹമോ എന്നാൽ ഗർഭപാത്രം. ഈ രണ്ട് വാക്കുകളും രൂപപ്പെട്ടത് റഹേം അല്ലെങ്കിൽ റാഹേം എന്ന് പറയുന്ന മൂലപദത്തിൽ നിന്നാണ്, റൂട്ട് വേർഡിൽ നിന്നാണ്. ഒരു വാക്കിന് കരുണയെന്ന് സ്നേഹമെന്നർത്ഥം, അടുത്ത വാക്കിന് ഗർഭപാത്രം എന്നർത്ഥം. ഒരു വരയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് തമ്മിൽ എന്താണ് അർത്ഥത്തിലെ ബന്ധം എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ബോധ്യമായൊരു കാര്യം പങ്കുവെക്കട്ടെ. ഒരു ഗർഭപാത്രത്തിന് എത്ര വലിപ്പമുണ്ടെന്നറിയോ? ഇവിടെ നേഴ്സിംഗ് സ്റ്റുഡൻസ് ഒക്കെ ആണല്ലോ ഇരിക്കുന്നത്. എൻ്റെ പള്ളിയിലെ ഒരാളും ഇരിപ്പുണ്ട് ഇവിടെ, ഞാൻ നോക്കിയപ്പോൾ. ഒരു ഗർഭപാത്രത്തിന് എത്ര വലിപ്പമുണ്ടെന്നറിയോ? 3 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ചൊക്കെ വലിപ്പമേ ഉള്ളൂ എന്നാ പറയുന്നത്. 3 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് വലിപ്പമുള്ള ഒരു ഗർഭപാത്രം 3 കിലോയോളം ഭാരമുള്ള അല്ലെങ്കിൽ അതിന് മുകളിൽ ഭാരമുള്ള ഒരു കുഞ്ഞിനെ വഹിക്കാൻ തക്കവണ്ണം അത് വലുതാകും. അങ്ങനെ വലുതാകുമ്പോഴാണ് അതിനെ ഗർഭപാത്രമെന്ന് നാം സാധാരണ വിളിക്കാൻ അതിന് യോഗ്യതയുണ്ടാവുക. അങ്ങനെയെങ്കിൽ അങ്ങനെ വലുതാകുന്നതിനനുസരിച്ച് ആ അമ്മയ്ക്ക് തൻ്റെ ഉള്ളിൽ ഉരുവായ കുഞ്ഞിനോടുള്ള സ്നേഹം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. ചേർത്ത് പറയട്ടെ പ്രിയപ്പെട്ടവരെ, എന്താണിത് തമ്മിലുള്ള ബന്ധം? വലുതാകാൻ ഒരു മനുഷ്യന് സാധിക്കുന്നുവെങ്കിൽ അവിടെയാണ് സ്നേഹം രൂപപ്പെടുന്നത്. ചേർത്ത് പറഞ്ഞാൽ, പുറമേ ചെറുതാകാനും അകമേ വലുതാകാനും ഒരു മനുഷ്യന് സാധിക്കുന്നുവെങ്കിൽ, അഥവാ വലുതാക്കാൻ ഒരു മനുഷ്യന് സാധിക്കുന്നുവെങ്കിൽ, അവിടെ നമ്മുടെ ബന്ധങ്ങൾ പലപ്പോഴും നിശ്ചയമായും ബലപ്പെടും. APJ അബ്ദുൽ കലാം പറയുന്നത്, നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: ഓൾഡ് ഈസ് ഗോൾഡ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താണ് ഓൾഡ് ഈസ് ഗോൾഡ്? ചേർത്ത് പറയുകയാണ്, ദെൻ ന്യൂ ഈസ് ഡയമണ്ട്. പഴയത് സ്വർണമാണെങ്കിൽ പുതിയത് ഡയമണ്ടാണ്. എന്നിട്ട് ചേർത്ത് പറയുകയാണ്, ഇഫ് യു ഗെറ്റ് എ ഡയമണ്ട്
നിങ്ങൾക്കൊരു ഡയമണ്ട് കിട്ടിയാൽ ഡോണ്ട് ഫോർഗെറ്റ് ദ ഗോൾഡ്. നിങ്ങൾ സ്വർണത്തെ മറക്കരുത്. ബിക്കോസ് only gold can hold the diamond. സ്വർണത്തിന് മാത്രമേ ഒരു ഡയമണ്ടിനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. നമ്മളൊക്കെ പുതിയ ബന്ധങ്ങൾ ചേക്കേറി പോകുന്നവരാ. പഴയത് എങ്ങനെ നാം അറിയാതെ നമ്മിൽ നിന്ന് പോവുകയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് പഴയതൊക്കെ സ്വർണമാണ്, പുതിയതൊക്കെ ഡയമണ്ടാണ്, വജ്രമാണ്. അപ്പോൾ പുതിയത് കിട്ടുമ്പോൾ ഒരിക്കലും പഴയതിനെ കളയരുത്. കാരണം പഴയ സ്വർണത്തിൽ മാത്രമേ പുതിയ വജ്രത്തെ ചേർത്ത് വെക്കാനാകൂ എന്ന്. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആഴമായൊരു ബന്ധത്തിന്റെ കഥ പറയുന്ന 2 കഥാപാത്രങ്ങളുണ്ട്. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു എന്ന് പറയുന്നത്. ആരാണ് യോനാഥാൻ? ശൗലിന്റെ മകനാണ്. ദാവീദ് ആരാണ്? ശൗലിന്റെ ശത്രുവാണ്. ശത്രുവിന്റെ മകൻ ശത്രുവിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഒരു കഥ. ഈ സ്വന്തം പ്രാണനെ പോലെയുള്ള സ്നേഹം, ആഴമായ ഹൃദയബന്ധം ഇന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് അഹീത്തോഫലിനെ പോലെ വഴിമാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹൈന്ദവ പാരമ്പര്യത്തിൽ ഛായാമുഖി എന്നൊരു കണ്ണാടിയുണ്ട്. ആ ഛായാമുഖിയുടെ പ്രത്യേകത, ആ ഛായാമുഖിയിൽ ആര് നോക്കിയാലും, ഛായാമുഖി എന്ന കണ്ണാടിയിൽ ആര് നോക്കിയാലും ആ ആളിന് ഏറ്റവും ഇഷ്ടമുള്ളയാളിൻ്റെ മുഖമായിരിക്കും അതിൽ കാണുക. അപ്പോൾ ഛായാമുഖിയിൽ ഒരിക്കൽ ഹിഡുംബി എന്ന ഹൈന്ദവ കഥാപാത്രം ഛായാമുഖിയിൽ നോക്കി. ഹിഡുംബി എന്ന വാക്കിൽ നിന്നാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ അത്ര നല്ലതല്ലാത്തൊരു വാക്ക് രൂപപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഹിഡുംബി ഈ ഛായാമുഖിയിലേക്ക് നോക്കിയപ്പോൾ അതിൽ അവൾ കണ്ടത് ഭീമന്റെ മുഖമാണ്. അങ്ങനെയാണെങ്കിൽ അവൾ ആഗ്രഹിച്ചു, ഞാൻ കണ്ടത് ഭീമന്റെ മുഖമാണെങ്കിൽ ഭീമൻ ഈ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആരുടെ മുഖം കാണണം? ഹിഡുംബിയുടെ മുഖം കാണണം. പക്ഷേ വളരെ താല്പര്യത്തോടെ ഈ പാവം ഹിഡുംബി ഓടിച്ചെന്ന് ഭീമന്റെ മുഖത്ത് ഇത് കാണിച്ചപ്പോ അതിൽ ഭീമൻ കണ്ടത് ഹിഡുംബിയുടെ മുഖമല്ല, പകരം പാഞ്ചാലിയുടെ മുഖമാണ്. അപ്പോ ഭീമൻ വിചാരിച്ചു, ഞാൻ കണ്ടത് പാഞ്ചാലിയുടെ മുഖമാണെങ്കിൽ പാഞ്ചാലി ഛായാമുഖിയിൽ നോക്കിയാൽ ആരുടെ മുഖം കാണണം? എന്റെ മുഖം കാണണം, അതായത് ഭീമന്റെ മുഖം കാണണം. നേരെ പാഞ്ചാലിയുടെ അടുക്കൽ ഭീമൻ ഇത് കൊണ്ടുപോയി പാഞ്ചാലിയെ കാണിച്ചു. പാഞ്ചാലി അതിൽ നോക്കിയപ്പോ ഭീമന്റെ മുഖമല്ല, പകരം അതിൽ അർജുനന്റെ മുഖമാണ്. ഈ പറയപ്പെടുന്ന ആർക്കും പരസ്പര സ്നേഹമില്ല എന്നർത്ഥം. അങ്ങനെ ഒടുവിൽ ഇത് കൈമാറി 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 കീചകന്റെ കയ്യിലെത്തി. കീചകൻ ഈ കണ്ണാടിയിൽ നോക്കിയപ്പോ അതിനുള്ളിൽ ശൂന്യത മാത്രമാണ്. കാരണം കീചകന് ആരോടും നല്ല ബന്ധം ഇല്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ അങ്ങനെ ഒരു ഛായാമുഖിയിൽ നോക്കിയാൽ എത്ര മുഖം കാണും? എത്ര മുഖം കാണുമെന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ടിയാണ്. 2 തലങ്ങളിൽ ചിന്തിക്കാം. ഒന്നുകിൽ ശൂന്യതയാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ എണ്ണത്തിലേറെ കൂടുതലുമാകാം. പരിശുദ്ധനായ പരിമല തിരുമേനി ആഴമായ മനുഷ്യ സ്നേഹമുള്ള മനുഷ്യബന്ധങ്ങൾക്ക് വില കൽപ്പിച്ച ഒരു പുണ്യവാനായിരുന്നു. തുമ്പമണ്ണിന്റെ പ്രദേശങ്ങളിൽ വസൂരി രോഗം പിടിപെട്ടപ്പോൾ ജാതിയും മതവും വർഗവും വർണ്ണവും നോക്കാതെ
അദ്ദേഹം എല്ലാ ഭവനങ്ങളിലും പോയി വസൂരി രോഗം പിടിപെട്ടവരെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തോടൊപ്പം അന്ന് വന്ന കൂടെ പോയ രണ്ടുപേരിൽ ഒരാൾക്ക് അക്കാരണം കൊണ്ട് തന്നെ വസൂരി രോഗം പിടിപെട്ട് അദ്ദേഹം മരണപ്പെട്ടു എന്നാ പറയുന്നേ. പക്ഷെ അവിടെയെങ്ങും പരിമളത്തിന് വേണ്ടി പിന്മാറിയില്ല. പിന്മാറാതെ ഓരോ മനുഷ്യനെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവരുടെ തലയിൽ കൈവച്ച് അവരെ ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആ നാളുകളിൽ വലിയ ക്ഷാമമായിരുന്നു. ധാരാളം മനുഷ്യർ പട്ടിണിയിലായിരുന്നു. തുമ്പമൺ പള്ളിയുടെ ചരിത്രം പരിശോധിച്ചാൽ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഒറ്റ ദൃഢനിശ്ചയത്തിന്റെ പേരിലാണ് ഇന്നും അവിടെ മുടക്കം കൂടാതെ നടക്കുന്ന പായസ നേർച്ച നടന്നതെന്നാണ് പറയുന്നത്. കാരണം പെരുന്നാളുകൾ വിപുലമാക്കുന്നതിനപ്പുറം മനുഷ്യരുടെ ദാരിദ്ര്യം മാറ്റാൻ, പട്ടിണി മാറ്റാൻ തുമ്പമൺ പള്ളിയിൽ കത്തീഡ്രൽ ദേവാലയത്തിൽ പായസ നേർച്ച നടത്തണമെന്ന് അദ്ദേഹം ശഠിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ മനുഷ്യരോടുള്ള സ്നേഹത്തെ, മനുഷ്യരോടുള്ള ആഴമായ ബന്ധത്തെ വിലമതിക്കാനാകാത്തതിനപ്പുറമായി അദ്ദേഹം പരിഗണിച്ചിരുന്നുവെന്നാണ്. ഇന്ന് നമ്മുടെയൊക്കെ സമൂഹ ബന്ധങ്ങളിൽ മാത്രമല്ല, കുടുംബ ബന്ധങ്ങളിൽ പോലും എന്താ അവസ്ഥ? കുഞ്ഞുണ്ണി മാഷ് പറയുന്നുണ്ട്, കൂടെ പൊറുക്കാൻ കൂടെ പൊറുക്കണം, കൂടെ പൊറുക്കാൻ കൂടെ പൊറുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, ഒരു മനുഷ്യനോടൊപ്പം ജീവിക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പൊറുത്തുകൊണ്ടിരിക്കണം, ക്ഷമിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. പലപ്പോഴും ആ ഒരു കൂടെയുള്ള പൊറുക്കലില്ലാത്തത് കൊണ്ടാണ് ഇന്ന് പലയിടങ്ങളിലും കൂടെ പൊറുക്കുക എന്നത് പോലും വലിയ പ്രതിസന്ധിയായി മാറുന്നത്. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുൻപ് എന്നോടൊപ്പം ഡിഗ്രിക്ക് പഠിച്ച എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കാണാൻ വന്നു. ഞങ്ങളന്ന് ആ ബാച്ചിൽ 4 ആൺകുട്ടികളും 32 ആണെന്നാണ് എൻ്റെ ഓർമ്മ, അത്രയും പെൺകുട്ടികളുമായിരുന്നു. അതിൽ ഒരു പെൺകുട്ടിയോട് എൻ്റെ ഈ സുഹൃത്തിന് വലിയ സ്നേഹമായിരുന്നു, പ്രണയമായിരുന്നു. ഞങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അക്കാലത്ത് അവനെ വളരെ അസൂയയോടെയാണ് കണ്ടിരുന്നത്. കാരണം നമുക്കറിയാമല്ലോ, കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ, പിള്ളേരൊക്കെ ഇരുന്ന് ചിരിക്കുന്നത് കേട്ടപ്പോൾ, പ്രണയിക്കാൻ അവസരം കിട്ടി അവളുമായി സല്ലപിക്കുന്നവൻ ബാച്ചിൽ ഹീറോയാണ്. ആദ്യം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിവാഹം നടന്നതും അവരുടേതാണ്. അവർ രണ്ടുപേരും ഏതായാലും ദൈവകൃപ എന്ന് പറയാം, അന്ന് വിവാഹം കഴിച്ചു. എന്നാൽ എന്നെ കാണാൻ വന്നപ്പോൾ, അവൻ വിദേശത്തായിരുന്നു, എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, പെൺകുട്ടിയുടെ പേര് ചോദിച്ചു അവൾ എന്തിയെ? അപ്പോൾ അവൻ ആദ്യം ഒന്നും മിണ്ടിയില്ല. ഞാനപ്പം വീണ്ടും അവനോട് ചോദിച്ചു, എന്തിയേടാ? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ വേർപെട്ടു, ഡൈവോഴ്സായി. ഞാൻ ചോദിച്ചു, കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്, അവളോടൊപ്പമാണ്. ഞാൻ ചോദിച്ചു, നീ അവളെ ഉപേക്ഷിച്ചതോ അവൾ നിന്നെ ഉപേക്ഷിച്ചതോ എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ മറുപടി, അങ്ങനെ ചോദിച്ചാൽ പറയാൻ അറിയില്ല എന്നായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ പണ്ടെവിടെയോ മുൻപെവിടെയോ, പണ്ടെന്ന് പറയാനാകില്ല, മുൻപെവിടെയോ വായിച്ചതോ കേട്ടതോ എൻ്റെ ഓർമ്മയിൽ വന്നത് ഞാൻ അവനോട് തിരിച്ചു പറഞ്ഞു, വിടാ, നീ അവളെ ഉപേക്ഷിച്ചതോ അവൾ നിന്നെ ഉപേക്ഷിച്ചതോ അല്ല, നിങ്ങളെ 2 പേരെയും സ്നേഹം ഉപേക്ഷിച്ചു പോയി. ബന്ധങ്ങളൊക്കെ ഈ സ്നേഹം ഉപേക്ഷിച്ചു പോയാൽ പൊടുന്നനെ ഇല്ലാതായി പോകും. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നവമാധ്യമങ്ങളിൽ വന്ന വളരെ പ്രശസ്തമായൊരു വാർത്തയാണ്. കേരളത്തിൽ ഡൈവോഴ്സി അസോസിയേഷൻ നടക്കുന്നുവെന്ന്.
രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് പലപ്പോഴും മറ്റു പല കാര്യങ്ങളുമാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. പക്ഷേ എന്നെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളായി കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നവമാധ്യമങ്ങളിൽ കണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ലോകത്താകമാനമുള്ള എത്തയിസ്റ്റുകളുടെ സമ്മേളനം നടക്കാൻ പോകുന്നുവെന്ന്, അതും ചെറുപ്പക്കാർ. പക്ഷേ അത് നമ്മുടെ വിഷയത്തിൻ്റെ ഭാഗമല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. എന്നാൽ രണ്ടാമത്തേതാണ് കേരളത്തിലുള്ള, അവരുടെ പേര് എനിക്കറിയാൻ പാടില്ല, പക്ഷേ ഞാൻ ഇങ്ങനെ പറയാം വേണമെങ്കിൽ, ഓൾ കേരള ഡൈവോഴ്സി അസോസിയേഷൻ കൂടുകയാണ്. ഏതാണ്ട് 430ഓളം പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 430ഓളം പേര്, അത്രയുമൊന്നും ആയിരിക്കില്ല ഇനി അങ്ങോട്ട് വരുന്നത്. വിവാഹമോചിതരായവരുടെ അസോസിയേഷൻ കൂടുകയാണ്. എന്തെല്ലാം അസോസിയേഷനാണ്! ബന്ധങ്ങളൊക്കെ ഇങ്ങനെ വല്ലാതെ അകന്നു പോകുകയാണ്. കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനോട് സംസാരിച്ചാൽ, ഞാൻ അത്രേ പറയൂ, ഇത് ലൈവായതുകൊണ്ട്, ചെറുപ്പക്കാരനോട് സംസാരിച്ചപ്പോൾ അവനൊരു കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് വരികയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് കേക്ക്? നിന്റെ ബർത്ത്ഡേ ആണോ? അല്ല. പിന്നെ എന്ത് കേക്ക്? അവൻ പറഞ്ഞു, ബ്രേക്കപ്പ് കേക്ക്. ബ്രേക്കപ്പിന് കേക്ക് കട്ട് ചെയ്യുന്നൊരു തലമുറയായി വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടേത്. ബന്ധങ്ങൾ എത്രയോ താഴേക്ക് പോകുന്നു എന്നുള്ളതാണ്. നിശായിലെ വിശുദ്ധനായ മോർ ഗ്രിഗോറിയോസ് പറയുന്ന ഒരു ശ്രദ്ധേയമായ വാചകമുണ്ട്. ദ ട്രഷർ ഓഫ് ദ ഇൻഡിജന്റ് ഇസ് ലവ് എന്ന് പറയുന്നത്. ട്രഷർ എന്നാൽ നിക്ഷേപമെന്ന്, ഇൻഡിജന്റ് എന്നാൽ ദരിദ്രനെന്ന്. അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്, ദരിദ്രന്റെ നിക്ഷേപം സ്നേഹമാകുന്നു എന്ന്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു പക്ഷേ ദരിദ്രൻ എന്ന് ഉപയോഗിച്ചത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം. ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഗിരിപ്രഭാഷണങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ആത്മാവിൽ ദരിദ്രനായവർ ഭാഗ്യവാന്മാരെന്ന്. ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യന്റെ നിക്ഷേപമാണ് സ്നേഹമെന്നുള്ളത്. ചേർത്ത് പറഞ്ഞാൽ, അഥവാ ഒരു മനുഷ്യന് ദൈവസന്നിധിയിലുള്ള അവന്റെ നിക്ഷേപം അത് പണമല്ല, അത് പദവികളല്ല, പകരം അവൻ മനുഷ്യനോട്, ദൈവത്തോട് പുലർത്തുന്ന സ്നേഹമാണ് എന്ന്. ഓ ഹെൻറിയുടെ ദ ഗിഫ്റ്റ് ഓഫ് ദ മാഗി എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്. ആ കഥ വളരെ സുപരിചിതമായ കഥയാണ്. ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും, രണ്ടുപേരും വിവാഹിതരാണ്. പക്ഷേ ക്രിസ്മസ് വന്നപ്പോൾ രണ്ടുപേർക്കും പരസ്പരം സമ്മാനം കൊടുക്കണം. പാശ്ചാത്യരുടെ പതിവ് അങ്ങനെയാണല്ലോ. എന്നാൽ സമ്മാനം കൊടുക്കാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ല, വാങ്ങാനുള്ള പണവുമില്ല. പക്ഷെ സമ്മാനം കൊടുത്തേ മതിയാകൂ. അവരാലോചിച്ചു എന്തു ചെയ്യും. ഏതായാലും രണ്ടുപേരും പരസ്പരം അറിയാതെ വളരെ സസ്പെൻസായി സമ്മാനം വാങ്ങി വന്നു. സമ്മാനം കൊടുക്കാൻ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയപ്പോൾ സമ്മാനം കൊടുക്കാനാകാതെ രണ്ടുപേരും നിന്ന് കരയുകയാണ്. അവരുടെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ഈ ചെറുപ്പക്കാരനെ ആലോചിച്ചു, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് എന്ത് സമ്മാനം വാങ്ങും? അവൻ നോക്കിയപ്പോൾ അവൾക്ക് മനോഹരമായ സ്വർണ്ണ വർണ്ണമുള്ള മുടിയുണ്ട്. ആ മുടിയിലിടാൻ ഒരു ഹെയർ ക്ലിപ്പ് വാങ്ങിക്കൊടുക്കാം, അതിനുള്ളതേ എനിക്കുള്ളൂ. പക്ഷേ അതുപോലും ഞാൻ എങ്ങനെ വാങ്ങും? അവൻ്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ടായിരുന്നു. ആ വാച്ചിന് സ്ട്രാപ്പില്ല. ആ സ്ട്രാപ്പില്ലാത്ത വാച്ച് അവൻ വിറ്റിട്ട് തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ഒരു ഹെയർ ക്ലിപ്പ് വാങ്ങി. അതേസമയം അവൾ ആലോചിച്ചു, ഞാനെന്തു വാങ്ങും? അവൾ ആലോചിച്ചപ്പോൾ, എനിക്ക് മനോഹരമായ മുടിയുണ്ട്, ഇത്രയും മുടിയുടെ ആവശ്യം എനിക്കില്ല, അതുകൊണ്ട് എൻ്റെ മുടി മുറിച്ച് വിൽക്കാമെന്ന് വിചാരിച്ചു. മുടി മുറിച്ച് വിറ്റിട്ട് വാങ്ങിയത് തൻ്റെ പ്രിയപ്പെട്ടവനൊരു വാച്ചുണ്ടല്ലോ, വാച്ചിനൊരു സ്ട്രാപ്പില്ലല്ലോ, അതുകൊണ്ടൊരു സ്ട്രാപ്പ് വാങ്ങാമെന്ന് കരുതി. സമ്മാനം കൊടുക്കാൻ നിന്നപ്പോൾ ഹെയർ ക്ലിപ്പ് ഇടാൻ മുടിയുമില്ല,
സ്ട്രാപ്പ് കെട്ടാൻ വാച്ചുമില്ല. രണ്ടുപേരും അവരുടെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുക്കുകയാണ്. ചേർത്ത് പറയട്ടെ പ്രിയമുള്ളവരെ, ഹൃദയ ബന്ധമുള്ളിടത്തെ കണ്ണുനീരുണ്ടാകൂ. ഹൃദയബന്ധമുള്ളിടത്തെ കണ്ണുനീരുണ്ടാകൂ. വിവാഹ ശുശ്രൂഷയിൽ നമ്മൾ വായിക്കുന്നൊരു വാക്യമുണ്ടല്ലോ, എഫെസ്യ ലേഖനം 5-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഭർത്താക്കന്മാരെ, കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ, എന്താണ് ബാക്കി? ഭാര്യമാരെ സ്നേഹിക്കണം. ഞാൻ ഇങ്ങനെയൊന്ന് തിരുത്തി വായിക്കട്ടെ. അത് ദമ്പതികളെ, കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ സ്നേഹിക്കണം. പക്ഷെ ഒരു ചോദ്യം അവശേഷിക്കുന്നു. കർത്താവ് എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്? കർത്താവ് എങ്ങനെയാ സഭയെ സ്നേഹിച്ചത്? അയ്യോ, അറിയത്തില്ലേ? സ്വന്തം പ്രാണൻ നൽകി അല്ലേ? നമ്മളെ കൊണ്ട് സ്വന്തം പ്രാണൻ നൽകി പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ എനിക്ക് വേദഭാഗം ചിന്തിക്കാൻ ഏറെ ഇഷ്ടം എങ്ങനെയാണ് കർത്താവ് സഭയെ സ്നേഹിച്ചത്. മുറിപ്പെടുത്താതെ മുറിവുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ്. കർത്താവ് സഭയെ സ്നേഹിച്ചത് ക്ഷതമേൽപ്പിക്കാതെ ക്ഷതങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ്. കർത്താവ് സഭയെ സ്നേഹിച്ചത് വേദനിപ്പിക്കാതെ വേദനകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ്. മുറിവേൽപ്പിക്കാതെ മുറിവുകൾ ഏറ്റുവാങ്ങാൻ, വേദനിപ്പിക്കാതെ വേദനകൾ ഏറ്റുവാങ്ങാൻ, ക്ഷതമേൽപ്പിക്കാതെ ക്ഷതങ്ങളെ സ്വീകരിക്കാൻ ഏതു ബന്ധത്തിൽ, അത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ മാത്രമല്ല, ഞാൻ പറയും ഏതു ബന്ധത്തിൽ സാധിക്കുമോ ആ ബന്ധങ്ങളൊക്കെ ഹൃദയബന്ധങ്ങളായി നിലനിൽക്കും. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഇന്നത്തെ ബന്ധങ്ങൾ വെറും കാപട്യങ്ങളാണ്, വെറും പൊള്ളയായ ബന്ധങ്ങളാണ്. അത് കുടുംബങ്ങളിലെന്നല്ല, സഹോദര ബന്ധങ്ങളിലെന്നല്ല, ഞാനും നിങ്ങളും നിലനിൽക്കുന്ന ദേവാലയങ്ങളിൽ പോലും അങ്ങനെ പൊള്ളയായ ബന്ധങ്ങളുടെ അനുഭവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാപട്യമാണ്, അഥവാ അഹീത്തോഫലിന്റെ ബന്ധമാണ് നമുക്കുള്ളത്. എന്റെയും നിങ്ങളുടെയും ബന്ധം ഇന്ന് അഹീത്തോഫലിന്റെ ബന്ധം പോലെയാണ്. പക്ഷേ ആ ബന്ധം അത്ര ശുഭകരമായിരുന്നില്ല. രാമരാവണ യുദ്ധം കഴിഞ്ഞ് രാവണൻ പരാജിതനായി നിന്നിട്ട് രാവണൻ രാമനോട് പറഞ്ഞു പോലും, അങ്ങനെയാണ് പറയുന്നത്, രാമ, ഞാൻ നിന്നേക്കാൾ ബുദ്ധിയുള്ളവനാണ്. എന്തായിരിക്കും കാരണം? രാവണന് 10 തലയുണ്ട്. നിന്നേക്കാൾ ശക്തിയുള്ളവനാണ്. കാരണം നിന്റേത് വെറും വാനര സൈന്യം, എന്റേത് രാക്ഷസ സൈന്യം. വീണ്ടും പറഞ്ഞു, നിന്നേക്കാൾ സമ്പത്തുള്ളവനാണ്. അന്ന് സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഉണ്ടായിരുന്ന പാർട്ടിയാണ് ആര്? രാവണൻ. നിന്നേക്കാൾ ബുദ്ധി എനിക്ക് കൂടുതൽ, നിന്നേക്കാൾ ശക്തി എനിക്ക് കൂടുതൽ, നിന്നേക്കാൾ സമ്പത്ത് എനിക്ക് കൂടുതൽ. പക്ഷേ എന്നിട്ടും രാമ, ഞാൻ പരാജയപ്പെട്ടു പോയി. എന്താണ് കാരണം? രാമൻ സ്വന്തം അനുജനായ ലക്ഷ്മണനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ഇവനെ പോലെ ഒരു സഹോദരൻ നിനക്കില്ലാതെ പോയതാണ് നിന്റെ ജീവിതത്തിൻ്റെ പരാജയമെന്ന്. സഹോദരങ്ങളെ ചേർത്ത് വയ്ക്കാനുള്ളൊരു ബന്ധം നമുക്കില്ല എങ്കിൽ നാം പരാജയപ്പെട്ടു പോകും. പൊള്ളയായ സാഹോദര്യ ബന്ധങ്ങളാണെങ്കിൽ നാം പരാജയപ്പെട്ടു പോകും. യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യം, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഞാൻ കള്ളനാകുന്നു എന്ന് പറയും. ഞാൻ കള്ളനാകുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ എത്രയോ തവണ ആരെന്ന് വിളിക്കാം? കള്ളരെന്ന് വിളിക്കാം. പുത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം പുത്തിൽ നിന്ന് ത്രാണനം ചെയ്യിക്കുന്നവനെന്നാണ്. പുത്തെന്നാൽ നരകം, ത്രാണനമെന്നാൽ മോചനം. അങ്ങനെയാണെങ്കിൽ പുത്രനെന്നാൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നയാൾ. മാതാപിതാക്കളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നയാളിൻ്റെ പേരാണ് ഹൈന്ദവ പാരമ്പര്യത്തിൽ പുത്രൻ.
പുത്രി ഹൈന്ദവ പാരമ്പര്യത്തിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഞാൻ ഏതായാലും ക്രൈസ്തവ പാരമ്പര്യം എന്ന നിലയിൽ അവരെ കൂടെ ചേർത്ത് വയ്ക്കുകയാണ്. മക്കൾ ഒരുമിച്ച് ചേരുമ്പോൾ അപ്പനും അമ്മയ്ക്കും സ്വർഗം ലഭിക്കുമെങ്കിൽ ഇന്നത്തെ സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് നിന്നാൽ പലപ്പോഴും അപ്പനും അമ്മയ്ക്കും സ്വന്തം ഭവനം തന്നെ നരകമാ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ഹൃദയബന്ധങ്ങളുടെ ആത്മാർത്ഥതയൊന്ന് ആലോചിക്കേണ്ടിയതാണ്. ഹൃദയബന്ധങ്ങളിൽ ആത്മാർത്ഥതയില്ലാത്ത അഹീത്തോഫലിന് സംഭവിച്ചത് ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അഹീത്തോഫൽ കെട്ടിഞ്ഞാന്ന് ചത്തുപോയി. അഹീത്തോഫൽ കെട്ടിഞ്ഞാന്ന് ചത്തുപോയി. ദുരാലോചനകളൊക്കെ നമ്മയും കൊണ്ടേ പോവും. അങ്ങനെയാണ്, ദുരാലോചനകളൊക്കെ നമ്മയും കൊണ്ടേ പോകും. അതുകൊണ്ട് നാം വഴിമാറണം. ദുരാലോചനകളിൽ നിന്ന് എവിടത്തേക്ക്? ആലോചനകളിലേക്ക് വഴിമാറണം. അത് വഴിമാറാൻ അഹീത്തോഫലിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഹീത്തോഫലിൻ്റെ ബന്ധം ആലോചന ഹൃദയബന്ധങ്ങൾക്കെതിരായ ആലോചനയായിരുന്നു. രണ്ടാമത്, ഇത് പൈതൃകത്തിനെതിരായ ആലോചനയായിരുന്നു. എന്താണ് പൈതൃകം എന്ന വാക്കിന്റെ അർത്ഥം? പിതാവിനെ സംബന്ധിച്ചത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ പാരമ്പര്യം എന്ന് പറയാം. പിതാവിനെ സംബന്ധിച്ചത് ദാവീദ് രാജാവ് ശൗലിനെ പേടിച്ചോടുമ്പോൾ മോവാബിലെ രാജാവിനോട് പറഞ്ഞു, എൻ്റെ മാതാപിതാക്കളെ നീ സംരക്ഷിക്കണം. ആരാ പറയുന്നേ? ദാവീദ് പറയുകയാണ്, എൻ്റെ മാതാപിതാക്കളെ നീ സംരക്ഷിക്കണം. 1 ശമൂവേൽ 23-4 വാക്യങ്ങളിൽ കാണാം. 1 ശമൂവേൽ 22-3-4 വാക്യങ്ങൾ. എൻ്റെ മാതാപിതാക്കളെ രാജാവേ നീ സംരക്ഷിക്കണം. ആരാണ് ദാവീദിന്റെ മാതാപിതാക്കൾ? ദാവീദിന്റെ മാതാപിതാക്കൾ, അപ്പൻ്റെ പേര് ഇശായി, അമ്മയുടെ പേര് വിശുദ്ധ വേദപുസ്തകത്തിലില്ല. എന്നാൽ യഹൂദന്മാരുടെ മതഗ്രന്ഥമായ തൽമൂദിന് 2 ഭാഗങ്ങളുണ്ട്. മിഷ്ന എന്നും ഗൊമേറ എന്നും 2 ഭാഗങ്ങൾ. മിഷ്നയുടെ വ്യാഖ്യാനങ്ങളാണ് ഗൊമേറയിൽ. ഈ തൽമൂദിൽ പറയുന്ന ദാവീദിന്റെ അമ്മയുടെ പേര് നിസ്വത്ത് എന്നാണ്. നിസ്വത്ത്. അപ്പൊ എൻ്റെ അപ്പനായ ഇശായിയെയും അമ്മയായ നിസ്വത്തിനെയും നീ സംരക്ഷിക്കണം എന്ന് മോവാബിലെ രാജാവിനെ പറഞ്ഞേൽപ്പിച്ച് തൻ്റെ മാതാപിതാക്കളുടെ സംരക്ഷണം ഭരമേൽപ്പിക്കുന്ന ഒരു മകൻ യേശു ക്രിസ്തു കുരിശിന്റെ ചുവട്ടിൽ വെച്ച് യോഹന്നാൻ ശ്ലീഹായോട് ഇതാ നിന്റെ അമ്മ എന്നും അമ്മയോട് ഇതാ നിന്റെ മകനെന്നും പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ ദാവീദ് ഇവരെ ഏൽപ്പിക്കുകയാണ്, തൻ്റെ മാതാപിതാക്കളെ, മോവാബിലെ രാജാവിനെ. വീണ്ടും ദാവീദിന്റെ പിതാവ് ഇശായിയുടെ പിതാവ് ഓബദിന്റെ പിതാവ് ബോവസ്. ഈ ചരിത്രമൊക്കെ നമ്മളിങ്ങനെ പരതി നോക്കിയാൽ ഇവരെല്ലാവരും ദൈവത്തോട് അഭേദ്യമായ, യഹോവയാം ദൈവത്തോട് അഭേദ്യമായ ബന്ധം പാലിച്ചവരാ. ബോവസ്, ഓബദ്, ഇശായി, ദാവീദ്. എന്നാൽ 5-ാമത്തെയാൾ അബ്ശാലോം വരുമ്പോ ദാവീദിന്റെ ഭാര്യമാരിൽ ഒരുവളായ മയക്കയിൽ ജനിച്ച ദാവീദിന്റെ പുത്രന്മാരിൽ 3-ാമത്തെയാളിന്റെ പേരാണ് അബ്ശാലോം. പക്ഷേ ആ അബ്ശാലോം മാത്രം അവന്റെ ചിന്ത ഈ പൈതൃകത്തിനെതിരായിട്ടാണ്.
അവൻ്റെ മാതാപിതാക്കൾക്കെതിരായിട്ടാണ്. അവർ ചിന്തിച്ചതിന് ഘടകവിരുദ്ധമായി അവൻ്റെ പൂർവികരെല്ലാം യഹോവയോട് ചേർന്ന് നിന്നപ്പോൾ അവൻ അതിൽ നിന്ന് വ്യത്യസ്തനായി മാറി നിൽക്കുകയാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി പൈതൃകത്തിലും പാരമ്പര്യത്തിലും അടിയുറച്ചു നിന്ന ഒരാളായിരുന്നു. പരിമല തിരുമേനിയുടെ ജീവചരിത്രം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. രാവിലെ 4 മണിക്ക് അദ്ദേഹം എഴുന്നേൽക്കുമായിരുന്നെന്നാണ് പറയുന്നു. രാത്രി 10 മണിക്കൂർ ഉറങ്ങാൻ കിടക്കും. ഒരു ശരാശരി രീതിയിൽ 6 മണിക്കൂർ മാത്രമേ ഉറങ്ങുകയുള്ളൂ. ബാക്കി 18 മണിക്കൂർ കർമ്മനിരതനായി ജീവിച്ചിരുന്ന മനുഷ്യനാണ്. പക്ഷേ ആ 18 മണിക്കൂറിൽ 7 യാമപ്രാർത്ഥനകൾ കൃത്യമായി നടത്തും. അതുകൂടാതെ വേദപുസ്തക വായന, അതുകൂടാതെ ദൈനംദിന ധ്യാനം, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതിലൊന്നും അണുകിട തൻ്റെ പൂർവികരുടെ പാത വ്യതിചലിക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതുമാത്രവുമല്ല പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന് 1899 ആയപ്പോഴേക്കും രോഗം പിടിപെട്ടു. 1902 കാലയവനികയ്ക്കുള്ളിൽ മറയുന്നു. പക്ഷേ ഈ രോഗം പിടിപെട്ട സമയത്ത് പലരും വന്ന് അദ്ദേഹത്തെ ഉപദേശിച്ചു, ഈ കഠിന വ്രതം ഒന്ന് ഉപേക്ഷിക്ക്, കുറച്ച് ശാരീരിക ക്ലേശങ്ങൾ മാറിക്കിട്ടുമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ വ്യാധി നീങ്ങിപ്പോവുകയില്ല. തൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ നിന്ന് അണുകിട വ്യതിചലിക്കാതെ സഭയെയും ജനത്തെയും ഒരുപോലെ നിലനിർത്തിയ മഹാപരിശുദ്ധനായ പിതാവ്. ഞാൻ നേരത്തെ വസൂരി രോഗത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. വസൂരി പിടിപെട്ട് അനേകർ മരണപ്പെടുകയാണ്. മരണപ്പെടുമ്പോൾ സംസ്കരിക്കാൻ ഇടയില്ല. പിന്നെ ഈ കോവിഡ് കാലത്ത് ചെയ്തതുപോലെ കുഴി കഴിച്ച് ഇടാനൊക്കെ വകുപ്പുള്ളൂ. അദ്ദേഹം പറഞ്ഞു പറ്റില്ല. 3.5 ഏക്കർ സ്ഥലം സ്വന്തമായി വാങ്ങി. ആ 3.5 ഏക്കർ സ്ഥലത്ത് ഓരോരുത്തരെ അടക്കം ചെയ്യാൻ തുടങ്ങി. കാലത്തെ വൈദികർ വസൂരി രോഗമായതിനാൽ ഈ മനുഷ്യരുടെ അടുക്കലേക്ക്, മരണപ്പെട്ടവരുടെ അടുക്കലേക്ക് പോകാൻ ഭയന്നു. അതുകൊണ്ട് അക്കാലത്ത് ആരൊക്കെയോ പറഞ്ഞു പോലും ഈ സംസ്കാരമൊന്നും നടത്തണ്ട, ഈ കിട്ടിയ സ്ഥലത്ത് ഒരു കുഴി കുഴിച്ച് അതിലിട്ടേക്കം പറഞ്ഞു. പരിശുദ്ധ പരിമല തിരുമേനി പറഞ്ഞു പറ്റില്ല, സഭയുടെ പാരമ്പര്യം അനുസരിച്ച് അവരെ അടക്കിയേ മതിയാകൂ. അതുകൊണ്ട് അവരോരോരുത്തരുടെയും ശുശ്രൂഷകൾക്ക് യാതൊരു ഭയവും കൂടാതെ ഈ പരിമല പുണ്യവാൻ പരിശുദ്ധനായ പരിമല തിരുമേനി ഓരോരുത്തരെയും സഭയുടെ പാരമ്പര്യം അനുസരിച്ച് അദ്ദേഹം അടക്കം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ആ പാരമ്പര്യങ്ങളിൽ, തൻ്റെ പൂർവികരുടെ പാരമ്പര്യങ്ങളിൽ, തൻ്റെ മാതാപിതാക്കളുടെ പൂർവസൂരികളുടെ പാരമ്പര്യങ്ങളിൽ, പൈതൃകങ്ങളിൽ നിന്ന് അണുകിട അദ്ദേഹം വ്യതിചലിക്കാൻ തയ്യാറായിരുന്നില്ല എങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നാം ചിന്തിക്കുന്ന അബ്ശാലോം അങ്ങനെ ആയിരുന്നില്ല. പൂർവികരെല്ലാം ദൈവത്തോട് ചേർന്ന് നിന്നു. പക്ഷേ അവൻ മാത്രം വഴിമാറി. അപ്പനെ മറന്നു, അമ്മയെ മറന്നു. മയഖയെക്കുറിച്ച് പിന്നീട് അധികം പരാമർശങ്ങളേ ഇല്ല. അതാണ് അബ്ശാലോമിൽ നിന്ന് നാം കാണുന്നത്. ഇന്നും പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ഈ പാരമ്പര്യങ്ങളിൽ നിന്നും പൈതൃകങ്ങളിൽ നിന്നുമൊക്കെ വഴിമാറി ജീവിക്കാൻ ഏറെ ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ വൈദികർ ഓരോ കർമ്മം ചെയ്യാൻ ആരംഭിക്കുമ്പോഴും പലപ്പോഴും വിശ്വാസികൾ വന്ന്, പ്രത്യേകിച്ച് വിവാഹം, ശവസംസ്കാരം ഇത് രണ്ടും നടത്താൻ ശ്രമിക്കുമ്പോൾ ചില വിശ്വാസികളൊക്കെ വന്ന് പറയാറുണ്ട്, അച്ഛാ പെട്ടെന്നങ്ങ് തീർത്തേക്കണേ. ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ അധികം അച്ഛന്മാരൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ 2-3 അച്ഛന്മാരേ ഉണ്ടായിരുന്നുള്ളൂ. 4ാം ശുശ്രൂഷ ദേവാലയത്തിൽ നടത്തിക്കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിലെ ഒരു മനുഷ്യൻ, അയാൾ ആഗ്രഹിച്ച സമയത്ത് ശുശ്രൂഷ തീർന്നില്ല എന്ന് പറഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ
ഞങ്ങൾ അച്ഛന്മാരുടെ അടുക്കൽ വന്ന് സംസാരിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ നാം ഇങ്ങനെ വഴിമാറുകയാണ്. ഞങ്ങൾ വൈദികർ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഇപ്പൊ നേരിടുന്ന ചില പ്രതിസന്ധികളിലൊന്ന് പങ്കുവെക്കട്ടെ പ്രിയമുള്ളവരെ. ഒരു വൈദികൻ യാഗാർപ്പണത്തിനായി അതിരാവിലെ ഒരുക്ക ശുശ്രൂഷയ്ക്കായി ബലിപീഠത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ അഥവാ ബലിപീഠത്തോട് ചേർന്ന് കയറിയാൽ പിന്നീട് ആ പുരോഹിതൻ ബലി പൂർത്തീകരിക്കാതെ പുറത്തേക്കിറങ്ങാൻ അനുവാദമില്ല. അതിലാകെ ഒരു കാര്യത്തിന് മാത്രമേ വിശുദ്ധ മദ്ബഹായ്ക്ക് പുറത്തിറങ്ങാൻ അനുവാദമുള്ളൂ. അത് വിശുദ്ധ കുർബാന നൽകാൻ വേണ്ടി മാത്രമാണ്. വേറെ ഒരു കാര്യത്തിനും ഇറങ്ങാൻ അനുവാദമില്ല. എന്നാൽ ഇന്ന് നമ്മുടെയൊക്കെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ തെക്കൻ പ്രദേശങ്ങളിൽ ഒട്ടുമിക്ക ദേവാലയങ്ങളിലും പ്രഭാത നമസ്കാരം കഴിയുമ്പോൾ അച്ഛൻ പുറത്തിറങ്ങണം. ഈ സെമിനാരി വിദ്യാർത്ഥികൾക്ക് അറിയാമായിരിക്കും, ഇറങ്ങിയില്ലെങ്കിൽ പ്രശ്നമാണ്. എന്തിനാണ്? ഹൂസോയോ കൊടുക്കാൻ. ആ സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ദേവാലയത്തിന്റെ പടിഞ്ഞാറ് നിന്ന് ആളുകൾ ഓടി വരികയാണ്. ഈ അച്ഛൻ കയറുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് അകത്ത് കയറണം. ചെയ്യാൻ പാടില്ലാത്തത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ തിരിച്ച് നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അങ്ങ് ശരിയാണോ എന്ന് ചോദിക്കും. എനിക്ക് മറുപടിയില്ല. പക്ഷെ ചെയ്യാൻ പാടില്ലാത്തത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എന്താണ് കാരണം? പാരമ്പര്യങ്ങളിൽ നിന്ന്, പൈതൃകങ്ങളിൽ നിന്ന് ഞാനും നിങ്ങളും വഴിമാറുകയാണെന്ന്. പിതാക്കന്മാർ പഠിപ്പിച്ച ഏടുകളിൽ നിന്ന് മാറുകയാണ്. ഒരു ചെറിയ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഈ നാളുകളിൽ ഒരുപക്ഷെ കൂദാശ സ്വീകരിക്കാൻ വരുന്നവരാൽ ഏറ്റവും അധികം അവഹേളിക്കപ്പെടുന്ന കൂദാശകളിൽ ഒന്നായി മാറുന്നു വിശുദ്ധ കുമ്പസാരം. കാരണം ഇന്ന് വിശ്വാസികൾ കുമ്പസാരിക്കുന്നത് പലപ്പോഴും എന്തിനു വേണ്ടി മാത്രമാണ്? എല്ലാവരുടെയും കാര്യമല്ല. വളരെ ജനുവിനായി ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഭൂരിഭാഗം വിശ്വാസികളും ഇന്ന് കുമ്പസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതിനുവേണ്ടി മാത്രമാണ്. ഒന്നുമില്ല. ഞങ്ങൾ അച്ഛന്മാർക്ക് വളരെ പരിപാടി എളുപ്പമാണ്. 1 മണിക്കൂർ കൊണ്ട് 60 പേരെ കുമ്പസാരിപ്പിക്കാം. കാരണം ഒന്നും പറയാനില്ലല്ലോ. വരുന്നയാളിന് ഒറ്റ ലക്ഷ്യമുള്ളൂ, അല്ല അവിടെ ഇരുന്നാൽ മതി. കൂദാശകൾ അവഹേളിക്കപ്പെടുന്നു നാം പാരമ്പര്യങ്ങളിൽ നിന്ന് വഴിമാറുമ്പോൾ. ഇതിന്റെ അപാകത നാം തിരിച്ചറിയുന്നില്ലെന്നുള്ളത് യാഥാർത്ഥ്യം. വീണ്ടും അബ്ശാലോം തന്റെ അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന് വഴിമാറിപ്പോവുകയാണ്. നമ്മുടെ പാരമ്പര്യങ്ങളിൽ ഒരു ഭവനത്തിലെ പിതാവിനെ, പ്രത്യേകിച്ച് നമ്മുടെ കേരള സംസ്കാരത്തിൽ വിളിക്കുന്ന പേര് അച്ഛൻ എന്നാണ്. അച്ഛൻ എന്നാൽ ന ചതിയും ദൃഷ്ടിയും എന്നാണ് വാചകത്തിന്റെ അർത്ഥം. ന ചതിയും ദൃഷ്ടിയും, ദൃഷ്ടിയെ ഛേദിച്ചു കളയാത്തയാളെന്ന്. ഒരു മനുഷ്യനൊരു കുഞ്ഞ് പിറന്നാൽ ആ കുഞ്ഞ് പിറന്ന നിമിഷം മുതൽ അയാളുടെ ആയുസ് അവസാനിക്കുന്നിടം വരെയും തൻ്റെ കുഞ്ഞിൽ നിന്ന് ഇമവെട്ടാതെ, കണ്ണെടുക്കാതെ തൻ്റെ കുഞ്ഞിനെ തന്നെ നോക്കിയിരിക്കുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് അച്ഛൻ. വീണ്ടും നമ്മുടെ പാരമ്പര്യങ്ങളിൽ അപ്പൻ എന്ന് വിളിക്കുമായിരുന്നു. ഇപ്പോ അതൊക്കെ മാറിപ്പോയി. അപ്പൻ എന്ന വാക്കിന്റെ അർത്ഥം ദേവൻ എന്നാണ്. ഒരു ഭവനത്തിലെ ദേവതുല്യമായ അവസ്ഥയിൽ ജീവിക്കുന്ന ആളിന്റെ പേരാണ് എന്ത്? അപ്പൻ എന്നുള്ളത്. പക്ഷേ നമ്മളെ തന്നെ ഇമവെട്ടാതെ നോക്കി നമ്മളെ വളർത്തിയ നമ്മുടെ അപ്പന്മാരെ, ഒരു ഭവനത്തിലെ ദേവതുല്യമായ അവസ്ഥയിലായിരിക്കുന്ന നമ്മുടെ അപ്പനെ നമുക്ക് മറന്നുപോവുകയാണ്. ഈ അബ്ശാലോമിനെ പോലെ അപ്പനെ മറന്നുപോയ വേറൊരാളുണ്ട് പഴയ നിയമത്തിൽ തന്നെ. പേര് യാക്കോബ്. 7 7 14 6 20 വർഷം അടിമപ്പണി ചെയ്തു. അപ്പനെ മറന്ന 20 വർഷം യാക്കോബ് ചെയ്ത പണിയുടെ പേര്
അടിമപ്പണി. അങ്ങനെയെങ്കിൽ അപ്പനെ മറക്കുന്നവരൊക്കെ ചെയ്യുന്ന പണി അടിമപ്പണിയാണ്. ആരുടെയാണെന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. ആരുടെ അടിമയാണെന്നുള്ള ചോദ്യം അതാലോചിക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു കഥാപാത്രമുണ്ട്, അപ്പനെ മറന്നുപോയ. അവനെ നമ്മൾ ധൂർത്തപുത്രൻ എന്ന് വിളിക്കും, പേരില്ല. അവൻ അപ്പനെ മറന്നിട്ട് അവൻ ചെയ്ത പണി എന്താ? പന്നികളെ മേയ്ക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ അപ്പനെ മറക്കുന്ന നമ്മളൊക്കെ പിന്നെ മേയിച്ചുകൊണ്ടിരിക്കുന്നത്, ചെയ്യുന്ന പണി അടിമയുടെ പണിയും മേയിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറയുകയല്ല അത്, പക്ഷെ വേദപുസ്തകം പറയുന്നുണ്ട് ആരെയാണ് മേയിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാലത്തൊരിക്കൽ നാട് വിട്ടുപോയി. നാട് വിട്ടുപോയ ബഷീർ ഒരു സന്ധിയിൽ ഏറെ നാളുകൾ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ബഷീറിൻ്റെ അമ്മ അല്ലെങ്കിൽ ഉമ്മ ചോദിച്ചു, നീ എവിടെ ആയിരുന്നുവെന്ന് ചോദിക്കേണ്ടടുത്ത്, നീ എന്തിന് പോയി എന്ന് ചോദിക്കേണ്ടടുത്ത് അതൊന്നും ചോദിക്കാതെ ഒറ്റ കാര്യം മാത്രം പറഞ്ഞു, കുഞ്ഞെ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കാൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കാൻ. ബഷീർ സ്തബ്ധനായിപ്പോയി. കാരണം ബഷീർ പ്രതീക്ഷിച്ച ഒരു ചോദ്യവും ആര് ചോദിക്കുന്നില്ല? അമ്മ ചോദിക്കുന്നില്ല. പക്ഷെ ബഷീറിൻ്റെ ചിന്ത പെട്ടെന്ന് പോയത്, അമ്മ പറയുകയാണ് ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കാൻ. അതെങ്ങനെ? ഞാൻ ഇന്ന് വരുമെന്ന് അമ്മ എങ്ങനെ അറിഞ്ഞു? അവൻ പെട്ടെന്ന് അമ്മയോട് ചോദിച്ചു, ഉമ്മ ഞാനിന്ന് വരുമെന്ന് ഉമ്മ എങ്ങനെ അറിഞ്ഞു? ആ ഉമ്മ മറുപടി പറഞ്ഞു, കുഞ്ഞെ നീ വരുമെന്ന് കരുതി എല്ലാ ദിവസവും ഞാൻ നിനക്ക് വിളമ്പി വയ്ക്കാറുണ്ടായിരുന്നു. എന്നിട്ടൊരു വാചകം കൂടെ ചേർത്ത് വെച്ചു, നൊന്തുപെറ്റ കൊച്ചിന് വിളമ്പാതെ ഒരമ്മയുടെയും വയറ് നിറയില്ല. നീ വരുമെന്ന് കരുതി എല്ലാ ദിവസവും ഞാൻ നിനക്ക് വിളമ്പി വെക്കാറുണ്ടായിരുന്നു. നൊന്തുപെറ്റ കൊച്ചിന് വിളമ്പാതെ ഒരമ്മയുടെയും വയറ് നിറയില്ല. അങ്ങനെയല്ലേ നമ്മുടെയൊക്കെ അമ്മമാർ? ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ അവധിക്ക് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മമാർ എത്ര സന്തോഷത്തോടെ സ്വീകരിക്കുന്നേ. നിങ്ങളുടെ വയറ് നിറയ്ക്കാൻ വേണ്ടി അമ്മമാർ എന്തോരം പാടുപെടുകയാ. ചട്ടമ്പിസ്വാമികൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു കുഞ്ഞ് പിറന്നു വീണാൽ ആ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് ആദ്യം ആ കുഞ്ഞ് കരയുമ്പോൾ പുറത്തേക്ക് വരുന്ന അക്ഷരം ആയെന്നുള്ളതാണെന്നും വായ പൂട്ടിയടയ്ക്കുമ്പോൾ ഉരുവിടുന്നത് മായെന്നാണെന്നും, അങ്ങനെ വായ ഒരു തവണ തുറന്നടയ്ക്കുന്നതിന് മുമ്പ് ഉരുവിടുന്ന അക്ഷരങ്ങളെ ചേർത്ത് വെച്ചാൽ പറയുന്ന പേരാണ് അമ്മ എന്നും. ഞാനതിനെ ഒരല്പം കൂടെ വിശാലമാക്കി പറയാൻ ശ്രമിക്കുകയാണ്. ഒരു മനുഷ്യൻ ഈ ഭൂമണ്ഡലത്തിന്റെ കർമ്മകാണ്ഡത്തിൽ പിറന്നു വീണാൽ ആ പിറന്നു വീണ നിമിഷം മുതൽ അയാളുടെ ആയുസ് അവസാനിക്കുന്നിടം വരെയും അയാൾ നിർത്താതെ ഉരുവിടേണ്ട അഥവാ ഇതുവരെയും ഉരുവിട്ട അക്ഷരങ്ങളെ ചേർത്ത് വെച്ചാൽ നിർത്താതെ പ്രതിധ്വനിപ്പിക്കേണ്ട, പ്രതിസ്പന്ദിപ്പിക്കേണ്ട പദത്തിന്റെ പേരാണ് അമ്മ എന്ന്. അലക്സാണ്ടർ ചക്രവർത്തി ഓരോ രാജ്യവും കീഴടക്കി ഇങ്ങനെ വരുമ്പോൾ അമ്മ പറഞ്ഞു വിടുമായിരുന്നു ദൂതൻ്റെ അടുക്കൽ, എനിക്ക് അവനെ ഒന്ന് കാണണം. പക്ഷേ ചക്രവർത്തി തിരിച്ചു മറുപടി എഴുതും, ഒരു രാജ്യം കൂടെ, ഒരു രാജ്യം കൂടെ, ഒരു രാജ്യം കൂടെ എന്ന്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലെത്തി അദ്ദേഹത്തിന് മരിക്കത്തക്ക രോഗം പിടിപെട്ടു. മടക്കി കൊണ്ടുപോയി കൊട്ടാര വൈദ്യന്മാർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇനി അങ്ങേക്ക് വളരെ തുച്ഛമായ സമയം മാത്രമേ ആയുസുള്ളൂ, ചില മണിക്കൂറുകൾ മാത്രം. അദ്ദേഹം ചോദിച്ചു, 24 മണിക്കൂർ കിട്ടുമോ? അവർ പറഞ്ഞു സാധ്യത കുറവാ. അദ്ദേഹം ഉച്ചത്തിൽ അലറിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് 24 മണിക്കൂറാക്കി തരണം. എന്തിന്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണമെങ്കിൽ അമ്മ ഇവിടെ വരാൻ 24 മണിക്കൂർ സമയമെടുക്കും. എനിക്ക് അങ്ങോട്ട് പോയി അമ്മയെ കാണാൻ പറ്റില്ല, അമ്മ ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വരണമെങ്കിൽ ഇത്രയും സമയം വേണം. അതുകൊണ്ട് എൻ്റെ ആയുസ് ചുരുങ്ങിയത് 24 മണിക്കൂറെങ്കിലും വേണമെന്ന്. പ്രിയപ്പെട്ടവരെ,
പിന്നീട് അദ്ദേഹത്തിന് അമ്മയെ കാണാൻ സാധിച്ചില്ല എന്നാണ് പറയപ്പെടുന്നത്. തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് വഴിമാറി ജീവിക്കുന്ന മക്കൾ പലപ്പോഴും ഏതെങ്കിലും ചില നേരങ്ങളിലൊക്കെ പിന്നീടൊന്ന് കാണാൻ ആഗ്രഹിച്ചാൽ കണ്ടു എന്ന് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ദൈവവചനം ഈ മാധ്യമങ്ങളിലൂടെ എവിടെയൊക്കെ ഇരുന്ന് ശ്രവിക്കുന്ന ആരെങ്കിലും മാതാപിതാക്കളോട് ഏതെങ്കിലും തലത്തിൽ അകൽച്ചയോടെ ജീവിക്കുന്നുണ്ട് എങ്കിൽ, പൈതൃകങ്ങളിൽ നിന്ന് പാരമ്പര്യങ്ങളിൽ നിന്ന് വഴിമാറി ജീവിക്കുന്നുണ്ടെങ്കിൽ, സഹോദര സഹോദരി, നീയൊന്ന് മടങ്ങിവ. ഈ രാത്രിയിലെ ഈ സന്ധ്യയിലെ ഈ ദൈവവചനത്തിന്റെ പ്രതിധ്വനിയിലൂടെ. സദൃശ്യവാക്യങ്ങൾ 16:32 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നരച്ച തല ശോഭയുള്ള കിരീടമെന്ന്. ഒരു വിദേശ യൂണിവേഴ്സിറ്റിയിലെ ഒരു റിസർച്ച് സ്കോളർ നടത്തിയ ഒരു പഠനത്തിൽ, ഒരു 10-12 വർഷം പിറകോട്ടുള്ള പഠനമാണ്. ആ പഠനത്തിൽ 30 കുട്ടികളുടെ ആന്റിബോഡി കപ്പാസിറ്റി അളന്ന് നിജപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഒരമ്മയുടെ ജീവിതത്തിന്റെ ഏടുകൾ അവരെ കാണിച്ചതിന് മുൻപും പിൻപും നിജപ്പെടുത്തിയിട്ട് ആ മനുഷ്യൻ എഴുതി, ഇറ്റ്സ് എ മിറക്കിൾ. അമ്മയുടെ ജീവിതത്തിന്റെ ഏടുകൾ ഹ്രസ്വചിത്രങ്ങളായി ഈ കുട്ടികളെ കാണിച്ചിട്ട് അവരുടെ ആന്റിബോഡി കപ്പാസിറ്റി നിജപ്പെടുത്തിയപ്പോൾ അവർക്ക് ക്രമാതീതമായ രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ അവരുടെ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം അതിനനുസരിച്ച് ബലപ്പെട്ടു എന്ന് പഠനങ്ങൾ പറയുകയാണ്. ആ അമ്മ വേറെ ആരുമല്ല, മദർ തെരേസയായിരുന്നു. മദർ തെരേസയുടെ വാർദ്ധക്യത്തിലെ ജീവിതത്തിന്റെ ഏടുകൾ കാണിച്ചപ്പോൾ 30 കുട്ടികളിൽ ഒരാളുടെ പോലും ആന്റിബോഡി കപ്പാസിറ്റി കുറയാതെ വർദ്ധിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളോടുള്ള നമുക്ക് ചേർന്നുള്ള ജീവിതമൊക്കെ ഒരുപക്ഷെ നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കും. അവരൊക്കെ നമ്മുടെ ഭവനങ്ങളിലെ ശോഭയുള്ള കിരീടങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാകാം ന്യായപ്രമാണത്തിൽ പറയുന്നത്, നിനക്ക് ദീർഘായുസ്സുണ്ടാകാൻ നീ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത്. പഴയ നിയമത്തിൽ അബ്ശാലോം യൂദായുടെ നിഴലാണ്. പുതിയ നിയമത്തിലെ യൂദായുടെ നിഴലാണ് പഴയ നിയമത്തിൽ അബ്ശാലോമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ബോവസും മോബെദും ഇശായിയും ദാവീദുമൊക്കെ അവർ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ബോവസും ദാവീദുമൊക്കെ വീണ്ടെടുപ്പിന്റെ ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തുവെങ്കിൽ, അബ്ശാലോം സൃഷ്ടിക്കുന്നത് വീണ്ടെടുപ്പിന്റെ ചരിത്രമല്ല, അത് വിധ്വംസകന്റെ ചരിത്രമാണ്. ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പാരമ്പര്യങ്ങളെ വീണ്ടെടുക്കുന്ന, പൈതൃകങ്ങളെ വീണ്ടെടുക്കുന്ന സംസ്കാരമാണോ എഴുതി ചേർക്കുന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതം കൊണ്ട്, അതോ വിധ്വംസകന്റെ പാതയാണോ എന്ന് നാം വീണ്ടും ആലോചിക്കണം. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 18-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അബ്ശാലോമിന്റെ അവസാനം എന്തായിരുന്നുവെന്ന്. അബ്ശാലോമും എന്ത് ചെയ്തു? കെട്ടിഞ്ഞാന്ന് ചത്തു. അതും അവൻ്റെ കെട്ടിഞ്ഞാന്ന മരണം ദാരുണവുമായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. അത് ആ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 15-ാം അധ്യായം 31-ാം വാക്യം. യഹോവേ, അഹീത്തോഫലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണമേ. എന്താണ് ഈ ആലോചനയുടെ പ്രതിസന്ധി? ഒന്ന്, ഇത് നല്ല ബന്ധങ്ങൾക്കെതിരായ, ഹൃദയബന്ധങ്ങൾക്കെതിരായ ആലോചനയായിരുന്നു. 2, ഇത് പാരമ്പര്യത്തിനെതിരായ ആലോചനയായിരുന്നു. ഒരു സൂഫി ഗുരുവിൻ്റെ അടുക്കൽ ഒരമ്മ മദ്യപാനിയായ ഒരു മകനുമായി വന്നിട്ട് മദ്യപാനിയായ മകനോട് ഗുരുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് പറയുകയാണ്, ഇവൻ്റെ മദ്യപാനശീലം മാറ്റണം. ഗുരു പറഞ്ഞു, അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അമ്മ പറഞ്ഞു, നീ വിചാരിച്ചാൽ മാറ്റണം. ഗുരു പറഞ്ഞു, നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ അവനെ ഇവിടെ നിർത്തിയിട്ട് പോകാം. അങ്ങനെ മകനെ അവിടെ നിർത്തി. മകൻ നിൽക്കുമ്പോൾ ഗുരു അവനോട് പറഞ്ഞു, ഞാൻ അതിരാവിലെ നടക്കാനിറങ്ങും, നീ എന്നോടൊപ്പം നടക്കാൻ വരണം. ഈ ചെറുപ്പക്കാരൻ പിറ്റേന്ന് രാവിലെ ഗുരുവിനോടൊപ്പം നടക്കാൻ പോയി. ഗുരു ഒരു പൂന്തോട്ടത്തിൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് അവനോട് പറഞ്ഞു, ഒരു ചെറിയ ചെടി കാണിച്ചിട്ട് അവനോട് പറഞ്ഞു, ഇത് പിഴുതെറിയാൻ പറഞ്ഞു. അവൻ വളരെ ലാഘവത്തോടെ അത് പിഴുതെറിഞ്ഞു. വീണ്ടും അവനോട് പറഞ്ഞു, ഇന്നത്തേത് കഴിഞ്ഞു, നാളെ വരാൻ പറഞ്ഞു. 2-ാം ദിവസം വന്നു. നടന്ന് പൂന്തോട്ടത്തിൻ്റെ മധ്യഭാഗത്തെത്തി.
അല്പം കൂടെ വലിയൊരു ചെടി കാണിച്ചിട്ട് അവനോട് പറഞ്ഞു അത് പിഴുതെറിയാൻ പറഞ്ഞു. അവൻ ഇച്ചിരി പണിപ്പെട്ടു, കാരണം ഇച്ചിരി വലുതാണത്, ഇച്ചിരി ആയാസപ്പെട്ടു. പക്ഷെ അവനത് പിഴുതെറിഞ്ഞു. അവനോട് പറഞ്ഞു ഇന്നത്തതും കഴിഞ്ഞു, പൊയ്ക്കൊള്ളുക, നാളെ വരാൻ പറഞ്ഞു. 3-ാം ദിവസം രാവിലെ വീണ്ടും അവൻ വന്നു. നടന്ന് പൂന്തോട്ടത്തിന്റെ തുടക്കം കഴിഞ്ഞു, മധ്യഭാഗം കഴിഞ്ഞു, ഒടുക്കമെത്തി. അവിടെ വലിയൊരു മരം നിൽപ്പുണ്ടായിരുന്നു. ആ മരം കാണിച്ചിട്ട് അവനോട് പറഞ്ഞു ഇത് പിഴുതെറിയാൻ പറഞ്ഞു. അവൻ പറഞ്ഞു ഇത് പിഴുതെറിയാൻ ഒക്കില്ല. ചോദിച്ചു എന്താണ് കാരണം? അവൻ പറഞ്ഞു ഗുരുവേ, ഇത് പിഴുതെറിയാൻ ഒക്കില്ല, ഇതിൻ്റെ വേരുറച്ചുപോയി. ഗുരു തിരിച്ചു മറുപടി പറഞ്ഞു, അങ്ങനെയെങ്കിൽ പിഴുതെറിയേണ്ടതെല്ലാം വേരുറയ്ക്കുന്നതിന് മുൻപേ പിഴുതെറിയണം. പിഴുതെറിയേണ്ടതെല്ലാം വേരുറയ്ക്കുന്നതിന് മുൻപേ പിഴുതെറിയണം. നമ്മുടെ ആലോചനകളിൽ നല്ല ബന്ധങ്ങൾക്കെതിരായ, ഹൃദയബന്ധങ്ങൾക്കെതിരായ ആലോചനകളോ, അതല്ല പൈതൃകത്തിനെതിരായ ആലോചനകളോ, ഈ സന്ധ്യയിലെ ചിന്ത അത് രണ്ട് മാത്രമായിരുന്നുവല്ലോ. അങ്ങനെയെങ്കിൽ ഈ ആലോചനകളൊക്കെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് വേരുറയ്ക്കുന്നതിന് മുൻപേ പിഴുതെറിയണം. അഹീത്തോഫലിന്റെയും അബ്ശാലോമിന്റെയും ജീവിതം അത്ര ശുഭകരമായിരുന്നില്ല. പക്ഷേ അവർ ആർക്കെതിരെ ദുരാലോചന നടത്തിയോ, ദാവീദ് ദൈവതിരുസന്നിധിയിൽ ഇന്നും ശ്രേഷ്ഠനായി നിലനിൽക്കുന്നു. അതുകൊണ്ട് ദുരാലോചനകളിൽ നിന്ന് മാറി ആലോചനകളിലേക്ക് വരുവാനും, ദുരാലോചനകളെ വേരുറയ്ക്കുന്നതിന് മുൻപേ പിഴുതെറിയുവാനും ഈ സന്ധ്യയിലെ തിരുവചന പഠനം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം നൽകിയ ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട എൽദോസ് അച്ഛനോടും അതുപോലെ പ്രിയപ്പെട്ട അസിസ്റ്റന്റ് മാനേജർ അച്ഛനോടും എന്നെ കേട്ടിരുന്ന നിങ്ങളെല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.